ആദാബ് ബച്ചോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുടുംബശ്രീ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ സർഗർമി നോക്കാം. കുടുംബശ്രീ യൂണിറ്റ് മേ ക്യാ ക്യാ ചീസേ ബനായി ജാത്തി ഹെ ഉൻകെ നാം ലിഖിയെ. കുടുംബശ്രീ യൂണിറ്റുകളിൽ ക്യാ ക്യാ ചീസേ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്, അവയുടെ പേരെഴുതുക. നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അച്ചാറ്, അതുപോലെ തന്നെ പക്വാൻ പലഹാരങ്ങൾ. പിന്നെ ഇത് കൂടാതെ നമുക്കറിയാം ചത്തരി കൊടയുണ്ടാക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സാബുൻ സോപ്പ് ഉണ്ടാക്കുന്നവരുണ്ട്, അതുപോലെ കപ്പട വസ്ത്രം ഉണ്ടാക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഗരേലു സാമാൻ വീട്ടിലേക്കുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, കുറേ കുടുംബശ്രീ യൂണിറ്റുകാർ കിണർ കുഴിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ജോലികളിൽ അവർ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് 6 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇനി അടുത്ത ചോദ്യം ഇതാണ്. കുടുംബശ്രീ ക്യാ ഹേ ഉസ്കാ അഹം മക്സദ് ക്യാ ഹേ അപ്നെ അൽഫാസ് മേ ലിഖിയെ. കുടുംബശ്രീ ക്യാ ഹേ എന്താണ്, ഇതിൻ്റെ അഹം മക്സദ് അതിൻ്റെ ലക്ഷ്യം എന്താണ് അതിൻ്റെ അഹം മക്സദ് അപ്നെ അൽഫാസ് മേ ലിഖിയെ, നിങ്ങളുടേതായ വാചകങ്ങളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബശ്രീ എന്ന് പറയുന്നത് ഔറത്തോം കാ അഞ്ജുമൻ ഹേ അല്ലേ. പിന്നെയോ സ്ത്രീകളുടെ പുരോഗതിയും അതുപോലെ തന്നെ ദാരിദ്ര്യം അകറ്റുക എന്നതുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കുടുംബശ്രീ औरतों का अंजुमन है, औरतों का बढ़ावा और गरीबी दूर करना इसका अहम मकसद है. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത സവാൽ ഇതാണ്. ക്യാ ആപ്നെ കുടുംബശ്രീ മേള ദേഖാ ഹേ മേളെ കെ ബാരെ മേ ഏക് നോട്ട് തയ്യാർ കീജിയെ. നിങ്ങൾ കുടുംബശ്രീ മേള കണ്ടിട്ടുണ്ടോ? മേളയെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പാഠമെടുക്കുന്ന സമയത്ത് ദേശീയ സരസ് മേളയുടെ ചിത്രവും അതുമായി ബന്ധപ്പെട്ട വാർത്തയും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കുടുംബശ്രീ മേളകളിൽ എന്താണ് സംഭവിക്കുന്നത്? സ്ത്രീകൾ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവരികയും അതൊക്കെ വിൽക്കുകയും അല്ലേ, അത് ഒരുപാട് പേര് വാങ്ങുന്നു. അതിലൂടെ അവർക്ക് നല്ല വരുമാനം ലഭിക്കുന്നു. അതിലൂടെ അവരുടെ ദാരിദ്ര്യം അകറ്റുന്നു അല്ലേ. ഇതൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അത് തന്നെ എഴുതാം. നമ്മുടെ പാഠഭാഗത്തും അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ കുടുംബശ്രീ മേള കണ്ടോ. ആംദനി കെ ലിയെ औरतें उन मेलों में घरेलू सामान खाने की चीज़ें कपड़े वगैरह तैयार करके बेचते हैं അല്ലേ. औरतों की ये अंजुमन अपनी समाजी खिदमत की वजह से ഇങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ഇതിൽ കുടുംബശ്രീ മേളയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈദ്, ഓണം और क्रिसमस जैसे त्योहारों के मौके पर കുടുംബശ്രീ के मेले लगते हैं. കണ്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം കേട്ടോ. ഇതൊന്നും നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാം. നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഈദ്, ഓണം, ക്രിസ്തുമസ് ജൈസെ त्योहारों के मौके पर കുടുംബശ്രീ മേളെ ഹോത്തേ ഹേ. ഈദ്, ഓണം, ക്രിസ്തുമസ് തുടങ്ങിയ ആഘോഷങ്ങളുടെ അവസരങ്ങളിലെല്ലാം കുടുംബശ്രീ മേള ഉണ്ടാകുന്നു. ഔറത്തേം അച്ചാർ, പക്വാൻ, കപ്പടേ ജൈസെ ചീസേം തയ്യാർ കർക്കെ വഹാം ആത്തേ ഹേ. ഔറത്തേം അല്ലേ, സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? അച്ചാർ, പക്വാൻ, കപ്പട തുടങ്ങിയ വസ്തുക്കളൊക്കെ തയ്യാറാക്കി അവിടേക്ക് വരുന്നു. എന്നിട്ടോ ഓർ ഉൻ ചീസോം കെ ബേച്ച്തേ ഹേ, എന്നിട്ട് അവർ ആ വസ്തുക്കളെയൊക്കെ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. ലോഗ് ആത്തേഹിം ഓർ ഉൻ ചീസേം കോ ഖരീദ്തേഹിം, ആളുകൾ വരികയും ആ സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യുന്നു. നമ്മൾ ഇത്രയാണ് കുടുംബശ്രീ മേളയെക്കുറിച്ച് നമ്മുടേതായ അൽഫാസിൽ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സവാൽ നോക്കാം. ഇനി അടുത്ത സവാൽ ഇതാണ്. കുടുംബശ്രീ ലോഗോं के लिए एक बेहतरीन नमूना है क्यों अपने अल्फाज में लिखिए. എന്താണ് പറയുന്നത്? കുടുംബശ്രീ ആളുകൾക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് അല്ലേ. ബഹ്തരീൻ നമൂന ഹെ, ഉത്തമ മാതൃകയാണ്.
ക്യോം എന്തുകൊണ്ട് അപ്പനെ അൽഫാസ് മേലിക്ക് നിങ്ങളുടേതായ വാചകങ്ങളിൽ എഴുതാനാണ് പറയുന്നത്. അതിനും ഉത്തരം ഇത് തന്നെയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുകയും അത് വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വരുമാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള സാമൂഹിക സേവനങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യാണ്? ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയാവുകയാണ് അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ഈ ടെക്സ്റ്റിലെ നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് നമ്മുടേതായ അൽഫാസുകളിൽ ഒന്ന് എഴുതി നോക്കാം. ഇങ്ങനെയാണ് ഉത്തരം എഴുതിയിട്ടുള്ളത്. കുടുംബശ്രീക്ക് ഔറത്തെ മുഖ്തലിഫ് സാമാൻ തയ്യാർ കർക്കെ ബേച്ച്തേ ഹെ. കുടുംബശ്രീയിലെ സ്ത്രീകൾ പലതരത്തിലുള്ള വസ്തുക്കളൊക്കെ തയ്യാറാക്കി വിൽക്കുന്നു. ഇസ്സേ ഉൻകോ ആംദനി മിൽത്തേ ഹെ. അതിലൂടെ അവർക്ക് വരുമാനം ലഭിക്കുന്നു. ഇസ്സേ ഔറത്തോം കാ ബഡാവ ഹോത്തേ ഹെ ഓർ ഒരി ബി ദൂർ കർത്തേ ഹെ. അതിലൂടെ സ്ത്രീകളുടെ പുരോഗമനം സാധ്യമാകുന്നു അല്ലേ? സ്ത്രീകൾ എന്ത് ചെയ്യണം? മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ദാരിദ്ര്യമൊക്കെ അകലുന്നു. ഇസ്ലിയെ കുടുംബശ്രീ ലോകം കേലി ഏക്ക് ബഹ്തരി നമൂന ഹെ. അതുകൊണ്ട് തന്നെ കുടുംബശ്രീ ആളുകൾക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ്. അടുത്തത് आपके गाँवों में कुടുംബശ്രീ का मेला होने वाला है. इस मेले के लिए एक पोस्टर तैयार कीजिए. നിങ്ങളുടെ ഗ്രാമത്തിൽ കുടുംബശ്രീ മേള തുടങ്ങാൻ പോവുകയാണ്. ഇസ് മേളെ കേലിയെ അല്ലെങ്കിൽ നടക്കാൻ പോവുകയാണ്. ഇസ് മേളെ കേലിയെ ഏക്ക് പോസ്റ്റർ തയ്യാർ കീജിയെ. ആ മേളയ്ക്കായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഉൻവാൻ ഉണ്ടാവണം, തലക്കെട്ടുണ്ടാവണം, താരീഖ് ഡേറ്റ് ഉണ്ടാവണം, മക്കാം ഉണ്ടാവണം, സ്ഥലം ഉണ്ടാവണം, വക്ത് ഉണ്ടാവണം, സമയം, ഇഫ്തിതാഹ് ഉണ്ടാവണം, ഉദ്ഘാടനം ഉണ്ടാവണം, പ്രോഗ്രാം ഉണ്ടാവണം. എന്തൊക്കെയാണ് പ്രോഗ്രാമുകൾ? ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു പോസ്റ്ററാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതൊന്ന് നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. കുടുംബശ്രീ മേള 2026. അപ്പോൾ നമ്മുടെ ഉൻവാൻ തലക്കെട്ടായില്ലേ. പിന്നെ ഇഫ്തിതാഹ് ഉദ്ഘാടനം MP രാജേഷ് വസീർ. അപ്പോൾ ഉദ്ഘാടനം MP രാജേഷ്. മന്ത്രി ഫെബ്രുവരി 1 പാലക്കാട് സ്റ്റേഡിയം में. പിന്നെ ഷാമെ ഗസൽ മസീദാർ പക്വാൻ ഓർ ഘരേലു സാമാൻ കി കാരോബാർ. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഷാമെ ഗസൽ ഉണ്ട്. അതുപോലെ തന്നെ രുചികരമായിട്ടുള്ള പലഹാരങ്ങളും വീട്ടുപകരണങ്ങളുടെയൊക്കെ കച്ചവടം. പിന്നെ ഷാം 4 ബജെ സെ 10 ബജെ തക്ക്. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ സബ്കി ഖൈർ മഖദ്ദം ഹെ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിവിടെ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇതിനേക്കാട്ടിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കുകയാണ്. അടുത്ത പാഠഭാഗവുമായിട്ട് വീണ്ടും വരാം. ഹുദാ ഹാഫിസ്.